ഹായ് കൂട്ടുകാരെ, ഇന്ന് മണ്ണെടുത്ത് യാതൊരുവിധ ചെലവുമില്ലാത്ത ഒരു സൂപ്പർ ഫെർട്ടിലൈസർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് ഷെയർ ചെയ്യുകയാണ്. ഞാൻ എൻ്റെ എല്ലാ പച്ചക്കറികൾക്കും കൂടുതലും നൽകുന്ന നല്ലൊരു ലിക്വിഡ് ഫെർട്ടിലൈസർ തന്നെയാണിത്. ഇതിന് യാതൊരുവിധ ചെലവുമില്ല. ഇതിന് വേണ്ട ഒന്നാമത്തെ ഇൻഗ്രീഡിയന്റ് ആണ് നമ്മൾ കഴിച്ചിട്ട് വലിച്ചെറിയുന്ന പഴത്തൊലി. പല വീഡിയോകളിലും ഇതിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കൂട്ടരെ. പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽഷ്യം എന്നിവയാൽ സമ്പന്നമാണ് നമ്മൾ ഈ വലിച്ചെറിയുന്ന പഴത്തൊലി. ചെടികളുടെ വളർച്ചയ്ക്കും നല്ല രീതിയിൽ പൂവിടുന്നതിനും കായ്ക്കുന്നതിനുമൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഇതിപ്പോ 2 ദിവസം പഴക്കം ചെന്ന പഴത്തൊലി സോക്ക് ചെയ്ത മിശ്രിതമാണ്. ഇത് നന്നായി പിഴിഞ്ഞെടുക്കാം. ഇനി രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് ഒട്ടും ചെലവില്ലാത്ത ഐറ്റം തന്നെ. നമ്മുടെ അടുക്കളയിൽ എന്നും നമ്മൾ ഉള്ളി ഉപയോഗിക്കുന്നവരാണ്. അതിന്റെ തൊലി കളയാതെ ഇതുപോലെ ഒരു പാത്രത്തിൽ അല്പം വെള്ളം ഒഴിച്ച് അടച്ചു വെച്ചിരുന്നാൽ ഒരു അടിപൊളി ഫെർട്ടിലൈസറുമാകും. ഒട്ടും ചെലവില്ലാതെ നമ്മുടെ പച്ചക്കറികളെ വളർത്തിയെടുക്കാനും പറ്റും. മൂന്നാമത്തെ ഇൻഗ്രീഡിയന്റും ഒട്ടും മോശമല്ല, ഒട്ടും ചെലവുമില്ല. കഞ്ഞി വെക്കാത്ത ഒരു വീട് പോലും ഉണ്ടാകില്ല. ഇതല്പം പുളിച്ച കഞ്ഞിവെള്ളമാണ്. ഇത് ധാരാളം വൈറ്റമിനുകളും ആന്റി ഓക്സിഡന്റുകളാലും സമ്പന്നമാണ്. അപ്പോൾ ഇവരെ ഇതേപടി ഒഴിച്ചു കൊടുക്കരുത്. ചെടി പിന്നെ ഉണ്ടാകണമെന്നില്ല കേട്ടോ. അപ്പോൾ നോക്കിക്കോളൂ, കഞ്ഞിവെള്ളം, പഴത്തോൽ ചാറ്, ഉള്ളിത്തോൽ നീര്, ഇത് മൂന്നും ഒരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ച് ഞാൻ മിക്സ് ചെയ്യുകയാണ്. ഇനി ഇതിലേക്ക് 3 ഇരട്ടി വെള്ളം കൂടി ചേർത്ത് നേർപ്പിക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ മാജിക്കൽ ഫെർട്ടിലൈസർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഓരോ കപ്പ് വീതം നമ്മുടെ ഗ്രോ ബാഗിൽ നിന്നും താഴേക്ക് പോകാത്ത തരത്തിൽ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കടുത്ത വേനലിൽ അവരുടെ ക്ഷീണവും ദാഹവും ഒക്കെ മാറിക്കോട്ടെ, വളർച്ചയും കൂടിക്കോട്ടെ. വല്ല ചിലവുമുണ്ടോ, വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? ജോലിക്കൊക്കെ പോകുന്നവർക്ക് വളരെ ഈസിയായി തയ്യാറാക്കുന്ന ഹൈ ഗ്രോത്ത് ഫെർട്ടിലൈസർ തന്നെയാണിത്. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ വൈകുന്നേരങ്ങളിൽ മാത്രം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക. എല്ലാവരും ഒന്ന് പരീക്ഷിക്കുക, നല്ല റിസൾട്ട് കിട്ടും. ഇങ്ങനെയുള്ള കുഞ്ഞു ടിപ്പുകളിലൂടെയാണ് ഞാൻ എൻ്റെ പച്ചക്കറികളെ പരിചരിക്കുന്നത്. വലിയ കൃഷി രീതികളൊന്നും എനിക്ക് പരിചയമില്ല. ഒരു വീട്ടിൽ അത്യാവശ്യം ഒരു കുഞ്ഞടുക്കളത്തോട്ടമെങ്കിലും ഉണ്ടായിരിക്കാൻ പ്രോത്സാഹനം നൽകുക എന്നതാണ് ഞങ്ങളുടെ ഈ കുഞ്ഞു ചാനലിന്റെ ലക്ഷ്യം തന്നെ. ആരോഗ്യമുള്ള ഒരു തലമുറ ആയിരിക്കട്ടെ നമ്മുടെ സമ്പത്ത്.